നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 10 വിവിധ റിക്രൂട്ട്മെന്റുകൾ, അത് ഏതാണ്ട് ആയിരക്കണക്കിന് തൊഴിൽ അവസരങ്ങൾ ലഭ്യമായിരിക്കുന്ന ഈ 10 റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില അവസരങ്ങളുമുണ്ട്. ലുല്ലു ഗ്രൂപ്പിലേക്കുള്ള ഹയറിംഗ്, അതല്ലെങ്കിൽ ഓക്സിജനിൽ ഏതാണ്ട് 500-ലധികം ഒഴിവുകൾ ലഭ്യമാണ്. ഇതുകൂടാതെ ടാറ്റ ബിഗ് ബാസ്ക്കറ്റിലേക്ക് അല്ലെ റിലയൻസ് ജിയോയുടെ ഹയറിംഗ്, ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴി വിദേശത്തേക്ക് അധ്യാപകരുടെ റിക്രൂട്ട്മെന്റ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് 38 വിവിധ തസ്തികകളിലായിട്ട് 400-ലധികം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. അത് 7ാം ക്ലാസ് മുതൽ ഡിഗ്രിക്കാർക്ക് വരെ അവസരങ്ങളുണ്ട്. 1,15,000 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ റിക്രൂട്ട്മെന്റ് അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും ഒരു 7ാം ക്ലാസ് മുതൽ ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കും MBAക്കാർക്ക് വരെയുള്ള അവസരങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മൾ വാട്സാപ്പ് ചാനലിൽ ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ വരാറുണ്ട്. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ വരാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ MBAക്കാർക്കുള്ള 2 അവസരം ഒന്ന് സൂചിപ്പിക്കാം. എക്കോർജി, ഇത് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരെ പ്രോസസ് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് MBAക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സ് മുതൽ 8 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാം. MS Excel നന്നായി അറിയണമെന്നും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് പോയി വർക്ക് ചെയ്യാവുന്നവർക്ക് ഈ എക്കോർജിയിലേക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ MBAക്കാരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഭീമ ഹയർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഓഫീസർ തസ്തികയിലേക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ MBA മാർക്കറ്റിംഗുകാർക്കാണ് അവസരമുള്ളത്. അത് 2 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ MBAക്കാർക്കുള്ള 2 അവസരങ്ങളാണ് ആദ്യം സൂചിപ്പിച്ചത്. ഒന്ന് എക്കോർജി, മറ്റൊന്ന് ഭീമ. രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് റിലയൻസ് ജിയോയിൽ ലഭ്യമായിരിക്കുന്ന 2 അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ജിയോ ഫൈബർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് 44 പേരെയും, ജിയോ ഫൈബർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് 44 പേരെയും, ജിയോ ഫൈബർ അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് 28 പേരെയും ഹയർ ചെയ്യുന്നുണ്ട്. എഞ്ചിനീയർ തസ്തികയിലേക്ക് ഡിപ്ലോമ ഏത് ട്രേഡ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് ITI ഏത് ട്രേഡ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. 17,680 വരെയാണ് എഞ്ചിനീയർ തസ്തികയിലുള്ള ശമ്പളം. അസോസിയേറ്റ് തസ്തികയിൽ 13,000 രൂപയും ആയിരിക്കും. അപ്പോൾ ആ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇൻഷുറൻസ്, അലവൻസ്, PF, ESI ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജിയോ ഹയറിംഗിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാം. ഇനി ഓക്സിജനിലേക്ക് ഏതാണ്ട് 500ഓളം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ടാറ്റ ഗ്രൂപ്പിലുള്ള ഒരു കമ്പനിയായ ബിഗ് ബാസ്ക്കറ്റ്, എറണാകുളത്തൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ് ബിഗ് ബാസ്ക്കറ്റ്. ഇവരുടെ ഒരു ഹയറിംഗ് വെയർഹൗസ് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഓൺ റോളിലേക്കായിരിക്കും. ESI, PF ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. മറ്റ് ഇൻസെൻറ്റീവും കിട്ടും. പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വെയർഹൗസ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായ ആർക്കും ഇതിന് അപേക്ഷിക്കാം. എറണാകുളത്ത് 15,500 രൂപയായിരിക്കും കോസ്റ്റ് കമ്പനി ശമ്പളം പെർ മന്ത് ലഭ്യമാവുക. വോക്ക്-ഇൻ ഇന്റർവ്യൂ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വോക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. ഇതേപോലെ തന്നെയാണ് 3J കൺസൾട്ടിങ് വഴി എറണാകുളത്തെ ഒരു കമ്പനിയിലേക്ക് ട്രെയിനി ഓപ്പറേറ്റർ തസ്തികയിലേക്കും ഹയറിംഗ് നടക്കുന്നുണ്ട്. ഡിപ്ലോമ, ITI എന്തിന് +2കാർക്കും 10th-കാർക്കും ഒക്കെ അപേക്ഷിക്കാം. എറണാകുളത്തുള്ള ഒരു ലീഡിംഗ് MNC കമ്പനിയിലേക്കാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട മറ്റൊരു റിക്രൂട്ട്മെന്റ് ഒന്ന് സൂചിപ്പിക്കാം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, അതായത് ദേവസ്വം കേരള KDRB ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇത് ഏതാണ്ട് 424ഓളം ഒഴിവുകളിലേക്ക്, ഏതാണ്ട് 38 തസ്തികകളിലായി 424 ഒഴിവുകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 28-ാം തീയതി ഏപ്രിൽ വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അതായത് നിങ്ങൾക്ക് വേക്കൻസികൾ കാണാം. ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള ഒരു തസ്തിക
സാനിറ്റേഷൻ വർക്കർ ഏതാണ്ട് 110 ഒഴിവുകളാണുള്ളത്. അതുകൂടാതെ റൂം ബോയ് 100-ലധികം ഒഴിവുകളുണ്ട്. ഈ തസ്തികയിലൊക്കെ മിനിമം 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ 10ാം ക്ലാസ്സുകാർക്കും +2കാർക്കും ഡിഗ്രിക്കാർക്കും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. ഈ LD ക്ലർക്ക് അല്ലെ ക്ലർക്ക് അങ്ങനെയുള്ള തസ്തികകളൊക്കെ +2കാർക്കും ഡിഗ്രിക്കാർക്കും ഒക്കെ ഉള്ള ഒഴിവുകളാണുള്ളത്. ഇതുകൂടാതെ ഏതാണ്ട് 1,15,000 രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഓരോ അവസരങ്ങളും അതിൻ്റെ പ്രായപരിധി എത്രയാണ്, അതിൻ്റെ ശമ്പളം എത്രയാണ്, ഒഴിവുകൾ എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിക്കാം. എന്നിട്ട് ഞാൻ ഈ സൂചിപ്പിച്ച ഏപ്രിൽ 28-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓർക്കുക, ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമ്മളുടെ ലുലു ഗ്രൂപ്പ് അഹമ്മദാബാദിലേക്ക് പുതിയതായിട്ട് ആരംഭിക്കുന്ന അവരുടെ മാളുകളിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് മേഖലയിലാണ് 2 അവസരങ്ങളുള്ളത്. ഒന്ന് ചീഫ് അക്കൗണ്ടന്റ്, ഈ ഒരു തസ്തികയിലേക്കാണ്. ഇവിടെ MCOM അല്ലെ CA ഇന്റർ കഴിഞ്ഞ 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫിനാൻസ് മാനേജറായിട്ട് CA വിത്ത് 10 ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. SAP നോളജ് ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഓർക്കുക, 12-ാം തീയതി ഏപ്രിലിന് മുമ്പായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ലുലു എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കണ്ടെത്താം, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. നമുക്ക് 2 റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പരിശോധിക്കാം. ഒന്ന് വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്, ഒന്ന് നമ്മുടെ കേരളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. ഇവിടെ ഒരു റിക്രൂട്ട്മെന്റ് കാണാൻ സാധിക്കും. സവാൻഡിസ് ഇവര് 2022, 23, 24 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ഒരു ജോലിയും അതിൻ്റെ കാര്യങ്ങളും അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് എഞ്ചിനീയേഴ്സിനും ഡിഗ്രിക്കാർക്കും ഒക്കെ ഉള്ള അവസരങ്ങളാണ്. IT ഫ്രഷേഴ്സിനൊക്കെ അവസരങ്ങളുണ്ട്. IT ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സർവീസ് ഡെസ്ക് ഡൊമൈനിൽ അനലിസ്റ്റ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുവാനായിട്ടാണ്. തിരുവനന്തപുരമാണ് വർക്ക് ലൊക്കേഷൻ. സാലറി 2.2 lakh പെർ ആനം എന്നുള്ളതാണ്. ക്യാബ് സൗകര്യം, ടാക്സി സൗകര്യവും ലഭ്യമാകും. കേരളത്തിൽ നിന്നുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുക എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? BE-BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കല്, സിവിൽ, മെക്കാനിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ BCA കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ BSc മാത്സ് ഒക്കെ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 2022, 23, 24 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കും എലിജിബിൾ ആവുക. 60% മാർക്ക് ഡിഗ്രിക്ക് നേടിയിരിക്കണം. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2025 ബാച്ചുകാർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിക്കാണത്തില്ല, അതുകൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബാക്ക്ലോഗ്സ് ഒന്നും കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനായിരിക്കും അവസരമുള്ളത്. ഇംഗ്ലീഷിൽ റിട്ടൺ ആൻഡ് സ്പോക്കൺ സ്കിൽസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ആണ്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. ജോലിക്ക് മുമ്പായിട്ട് ഇവരൊരു ട്രെയിനിങ് തരും. 4 to 6 വീക്സിന്റെ ട്രെയിനിങ് തരും. അത് ഓൺലൈനിലൂടെ ആയിരിക്കും ആ ട്രെയിനിങ് നൽകുക. അത് ഫുള്ളി ഫ്രീ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നോ ചാർജസ് ആപ്ലിക്കബിൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം 4 വീക്സ് അല്ലെങ്കിൽ 4 to 6 വീക്സിന്റെ ട്രെയിനിങ് കഴിഞ്ഞായിരിക്കും ജോലിയിൽ ഫുൾ ടൈം ആയിട്ട് ഇരുത്തുക. ഓർക്കുക, ഒരു ജോലി കയറി കഴിയുമ്പോൾ ഒരു 12 മാസത്തെ ബോണ്ട് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോം ഉണ്ട്. ഫോമിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകി അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത അവസരം കൂടി പരിശോധിക്കാം. അടുത്ത അവസരം വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ODEPEC, ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ്. അപ്പോൾ ODEPEC ഒരു റിക്രൂട്ട്മെന്റ് വിദേശത്തേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒമാൻ എന്ന രാജ്യത്തേക്കാണ് ഈ ഒരു ഹയറിങ്. അധ്യാപകർക്കുള്ള ഹയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഒട്ടനവധി തസ്തികകളിൽ അവസരങ്ങളുണ്ട്. ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. വൈസ് പ്രിൻസിപ്പളായിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാം. അവർക്ക് ബേസിക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷ്, മാത്സ്, സയൻസിലുള്ള BEd 5 ഇയർ വൈസ് പ്രിൻസിപ്പളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കുമായിരിക്കും അവസരമുള്ളത്. ഇനി സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഡിഗ്രി പ്ലസ് BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇംഗ്ലീഷിൽ ഡിഗ്രി, BA ഇംഗ്ലീഷിൽ ഡിഗ്രി പ്ലസ് BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. 5 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പ്രൈമറി ഇംഗ്ലീഷ് ടീച്ചേഴ്സായിട്ട് ഫീമെയിൽസിന് മാത്രമായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇവിടെയും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് പ്ലസ് BEd ആണ് ചോദിക്കുന്നത്. 2 ഇയർ പ്രൈമറി ലെവലുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സെക്കൻഡറി മാത്സ് ടീച്ചറായിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി MSc മാത്സ് കഴിഞ്ഞിട്ട് BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്.
പ്രൈമറി മാത്സ് ടീച്ചറായിട്ട് ഫീമെയിൽസിനുള്ള അവസരമാണ്. മാത്സിൽ BSCയും അതേപോലെ തന്നെ B.Edും ഉണ്ടായിരിക്കണം. 2 ഇയർ പ്രൈമറി ലെവലിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് കാണുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെക്കൻഡറി ഫിസിക്സ് ടീച്ചേഴ്സായിട്ട് BSc ഫിസിക്സ് പ്ലസ് B.Ed ഉള്ളവർക്ക് അപേക്ഷിക്കാം. 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. സെക്കൻഡറി ICT ടീച്ചറായിട്ട് കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് B.Ed ഉള്ളവർക്ക് അപേക്ഷിക്കാം. 5 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 5 ഇയർ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് സൂചിപ്പിച്ചു. 8 തസ്തികകളിലാണ് അവസരങ്ങളുള്ളത്. ഇതിൻ്റെയൊക്കെ ശമ്പളം ഏകദേശം ഒമാനി റിയാൽ 300 മുതൽ 350 വരെ ആയിരിക്കും. ഒരു ഒമാനി റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 225 രൂപയായിരിക്കും. അപ്പോൾ അതായിരിക്കും ശമ്പളം. അപ്പോൾ അത് ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. വൈസ് പ്രിൻസിപ്പളായിട്ട് 500 ഒമാനി റിയാൽ, ഏകദേശം ഒരു 1,12,000 രൂപയാണ് വൈസ് പ്രിൻസിപ്പളിന് ലഭ്യമാവുക. അക്കോമഡേഷന് ഫ്രീ ബാച്ചിലർ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ലഭ്യമാകും. വിസയൊക്കെ സ്കൂളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. റിട്ടേൺ ടിക്കറ്റ് എല്ലാ വർഷവും ലഭ്യമാകും. മെഡിക്കൽ കവർ സ്കൂളിൽ നിന്ന് ലഭ്യമാകും. ഫാമിലി വിസ വൈസ് പ്രിൻസിപ്പളിന് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം എക്സ്പെൻസ് ഒക്കെ മിക്കവാറും വേറി ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എക്സ്പെൻസ് ഇല്ലാതെ, ഗവൺമെൻറ് ഏജൻസി ആയതുകൊണ്ട് തട്ടിപ്പില്ലാതെ എത്തുവാനായിട്ട് കഴിയും. ഒമാനിലേക്കുള്ള ടീച്ചേഴ്സിൻ്റെ ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. 10 കമ്പനികളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലുണ്ട്. അവിടെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യും. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. എന്നാൽ ഈ ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റിന് ഒരു പേയ്മെന്റ് ഉണ്ട്. ബാക്കിയൊക്കെ സൗജന്യമായിരിക്കും എന്നറിയുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.